നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ദൈവം തൻ്റെ മക്കളായ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ 10 കൽപ്പനകളെ പറ്റിയാണ്. സിനായി മലമുകളിൽ ഒരു ഇടിമുഴക്കത്തിലൂടെ ദൈവം അവിടെ എത്തി. ദൈവം ഇടിമുഴക്കത്തിലൂടെ മോശയ്ക്ക് മറുപടി നൽകി. കർത്താവ് സിനായി മലമുകളിൽ ഇറങ്ങി വന്ന് മോശയെ വിളിച്ചു. മോശ യഹോവയെ കാണുന്നതിനായി മലമുകളിലേക്ക് കയറിപ്പോയി. മലമുകളിലേക്ക് കയറിപ്പോയ മോശയ്ക്ക് 2 കൽപ്പനകളിലായി 10 കൽപ്പനകളടങ്ങിയ ഇസ്രായേൽ ജനത പാലിക്കേണ്ട നിയമങ്ങൾ 10 കൽപ്പനകൾ ദൈവം മോശയ്ക്ക് നൽകി. ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് 10 കൽപ്പനകൾ നൽകി. അവർ അത് പാലിച്ചാൽ പകരമായി അവരെ സ്വന്തം ജനമായി ദൈവം കരുതിക്കൊള്ളുമെന്ന് ദൈവം അവരോട് വാഗ്ദാനം ചെയ്തു. അവർക്ക് പാർക്കുവാനായി ഒരു ദേശം ദൈവം നൽകും. ശത്രുക്കളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യും. ദൈവം ഇങ്ങനെ അവരോട് പറഞ്ഞു: നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. നിങ്ങൾ അടിമകളായിരുന്ന ഈജിപ്തിൽ നിന്ന് ഞാനാണ് നിങ്ങളെ സ്വതന്ത്രരാക്കിയത്. എന്നെ അല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത്. നിൻ്റെയും വിഗ്രഹമുണ്ടാക്കരുത്. ആകാശത്തിലും ഭൂമിയിലും വെള്ളത്തിലുമുള്ള ഒരു ജീവിയുടെയും രൂപത്തിൽ വിഗ്രഹങ്ങളുണ്ടാക്കരുത്. ഒരു വിഗ്രഹത്തെയും ആരാധിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നെ വെറുക്കുന്നവരുടെ പിൻതലമുറകളെയും ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരെ ഞാനും സ്നേഹിക്കും. എൻ്റെ നാമം ദുരുപയോഗം ചെയ്യരുത്. എൻ്റെ പേര് ദുരുപയോഗം ചെയ്യുന്നവരെ നിങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ശാബത്ത് നാൾ വിശുദ്ധമായി സൂക്ഷിക്കുക. നിങ്ങളുടെ സ്വന്തം വേലകൾ ചെയ്യുവാൻ നിങ്ങൾക്ക് 6 ദിവസമുണ്ടല്ലോ. 7-ാമത്തെ ദിവസം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ബഹുമാനിക്കാനുള്ള വിശ്രമദിനമായിരിക്കണം. അന്ന് പണിയെടുക്കരുത്. 6 ദിവസം കൊണ്ട് ഞാൻ ഭൂമിയെയും ആകാശത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. 7-ാമത്തെ ദിവസം ഞാൻ വിശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ 7-ാമത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് ഒരു വിശുദ്ധ ദിനമാക്കി തീർത്തിരിക്കുകയാണ്. നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘനാൾ വസിക്കും. ആരെയും കൊല്ലരുത്. അസാന്മാർഗികളാകരുത്. മോഷ്ടിക്കരുത്. ആരെയും കുറിച്ച് കള്ളം പറയരുത്. ആരുടെയും ഒന്നും ആഗ്രഹിക്കരുത്. ഒരാളുടെയും വീടോ ഭാര്യയോ വേലക്കാരെയോ മൃഗങ്ങളെയോ അയാൾക്കുള്ള യാതൊന്നിനെയും ആഗ്രഹിക്കാൻ പാടില്ല. ഈ കൽപ്പനകൾ ദൈവം അവർക്ക് നൽകി. ഈ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുന്ന തൻ്റെ ജനമായ ഇസ്രായേൽ ജനതയെ ദൈവം അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. ഈ കൽപ്പനകൾ മോശ മുഖാന്തരമാണ് ഇസ്രായേൽ ജനതയ്ക്ക് ലഭിച്ചത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.